നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ കനത്ത മഴ തുടരുന്നതായി റിപ്പോർട്ട്. ദുബായിൽ രാത്രിയിൽ തുടങ്ങിയ മഴ 24 മണിക്കൂർ കഴിഞ്ഞും തുടരുകയാണ്. എല്ലാ എമിറേറ്റുകളിലും ശക്തമായ മഴ പെയ്തു. ഷാർജ ഉൾപ്പെടെ വടക്കൻ എമിറേറ്റുകളിൽ വാദികൾ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പൊതുജനങ്ങൾക്ക് കർശന മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വാദികൾക്ക് സമീപത്ത് പോവുകയോ വാഹനം ഇറക്കുകയോ ചെയ്യരുതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. പ്രധാന റോഡുകളിൽ വേഗ നിയന്ത്രണം ഏർപ്പെടുത്തി. ഫുഡ് ഡെലിവറി ആപ്പുകൾ അവരുടെ സേവനം വൈകുമെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മോശം കാലാവസ്ഥയിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഡെലിവറി ബോയ്സിനെത്താനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഡെലിവറി വൈകുമെന്ന സന്ദേശം നൽകിയിരിക്കുന്നത്. മോശം കാലാവസ്ഥ ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. ശക്തമായ മഴയെ തുടർന്ന് ഗ്ലോബൽ വില്ലേജ് ഇന്നലെ അടച്ചു. ഇന്ന് വൈകുന്നേരം 4 മാത്രമേ ഇനി ഗ്ലോബൽ വില്ലേജ് തുറക്കുകയുള്ളൂ. അജ്മാന്റെ ബസ് ഓൺ ഡിമാൻഡ് സേവനം ഇന്നലെ നിർത്തിവെക്കുകയുണ്ടായി. ഷാർജയിലെ എല്ലാ പാർക്കുകളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. കാലാവസ്ഥ സാധാരണ നിലയിലെത്തിയ ശേഷമേ പാർക്കുകൾ തുറക്കൂ. ഫുജൈറയിൽ മൂടൽമഞ്ഞും മഴയും വാഹന യാത്രികരുടെ കാഴ്ച മറച്ചു. വളരെ പ്രയാസപ്പെട്ടാണ് പലരും വാഹനങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധിയായതിനാൽ ജനങ്ങൾ പൂർണ്ണമായും വീടുകളിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇന്നും അവധിയായതിനാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട കാര്യമില്ല. 2 ദിവസത്തിനുള്ളിൽ കാലാവസ്ഥ സാധാരണ നിലയിലാകുമെന്നാണ് സൂചന. ഷാർജ, ദുബായ്, അബുദാബി എമിറേറ്റുകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ഷാർജയിലെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. മഴവെള്ളപ്പാച്ചിൽ താഴ്വാരത്തെ ചില റോഡുകൾ ഒലിച്ചുപോയി. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് നീക്കുന്നത്. അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ഷാർജയിലെ പാർക്കുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ദുബായിലെ ഗ്ലോബൽ വില്ലേജ് ഇന്നലെ തുറന്നില്ല. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അജ്മാനിൽ ബസ് ഓൺ ഡിമാൻഡ് സർവീസ് റദ്ദാക്കി. ഏതാനും വാഹനാപകടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമുള്ളതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ ഇന്നും തുടരും. ശക്തമായ മഴയിൽ ദൃശ്യപരിധി കുറഞ്ഞത് ഷാർജയിലും ദുബായിലും ഗതാഗതം തടസ്സപ്പെടുത്തി. മണിക്കൂറുകൾ എടുത്താണ് വാഹനയാത്രക്കാർ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിയത്. ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും അനുഭവപ്പെട്ടിരുന്നു. അബുദാബിയിൽ ഡെൽമ ദ്വീപിൽ നിന്ന് 42 കിലോമീറ്റർ അകലെ രാവിലെ കനത്ത മഴ ലഭിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.